രാധിക, രാധിക, ദേ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഇത്? ഡയമണ്ട് റിംഗ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നിനക്ക് വേണ്ടിയാ. മറ്റാരുടെ കയ്യിലും ഇതുപോലൊന്നും ഉണ്ടായിരിക്കരുതെന്ന് കരുതി പ്രത്യേകം ഉണ്ടാക്കിച്ചതാ. യു ആർ ഗ്രേറ്റ് അമ്മായി. അമ്മായിയുടെ ഗ്രേറ്റ്നെസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. വെളുപ്പാങ്കാലത്താണല്ലോ തിരിച്ചു വന്ന് കയറിയത്. എന്തായി ആ പെണ്ണിന്റെ കാര്യം? ആരുടെ? ആ നസറാണിയുടെ. എന്താ എന്റെ പേര്? ജോർജ് കുട്ടിയോ? ജോസൂട്ടി. അമ്മായി, അവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു. എല്ലാരും കൂടി എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഒപ്പിച്ച പണിയാ. ഗ്രാൻഡ് സർപ്രൈസ്. എന്തായിരുന്നു ബഹളം! ഡാൻസും പാട്ടും. ഹോസ്റ്റൽ എടുത്ത് ഞങ്ങള് തലകുത്തല വെച്ചു. അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവരൊക്കെ ഞങ്ങള് പൂട്ടി. എല്ലാം പിഴച്ച പെണ്ണിന്റെ പദ്ധതി ആയിരിക്കും അല്ലേ? അവക്ക് പറ്റിയൊരു പേരും ജോസൂട്ടി. അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേര് തന്നെ. നോ, അവരുടെ ജോസഫൈൻ, ഞങ്ങളുടെ കുസൃതിക്കുട്ടി, എന്റെ ജോസൂട്ടി. മതി മതി വിസ്തരിച്ചതൊക്കെ. കാലത്ത് മുതൽ നിന്നെ കാണാൻ ഫാക്ടറിയിൽ നിന്ന് ഓരോരുത്തരും ഒന്ന് കാത്തിരിക്കുക. മണി 12ആയി. വേഗം ഒന്ന് കുളിച്ച് താഴേക്ക് വാ. തോന്നിയാസം കാണിച്ചതും പോരാ, തർക്കോത്തരം പറയുന്നു. ഇതെന്താ ഹോസ്റ്റലാണോ ചന്തയാണോ? ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇത്രയും അന്തസ്സും അച്ചടക്കവും ഉള്ള ഒരു കോളേജ് ഉണ്ടാക്കിയെടുത്തത് മറുനാടൻ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടാണ്. ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലുള്ള പല കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരാരെയും കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിന്നെയൊക്കെ പോലുള്ള കുറെ മലയാളി കുരുത്തം കെട്ട ജാതികൾ ഇവിടെ വന്ന് പെട്ടതോടെ ഡിസിപ്ലിനും പോയി, ഡിഗ്നിറ്റിയും പോയി. അടുത്ത വർഷം മുതൽ ഒരൊറ്റ മലയാളി ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബോർഡ് മീറ്റിംഗിൽ പറയും. അപ്പോ മാഡം പുറത്താവോ? മാഡം എങ്ങനെ പുറത്താവും? മാഡം മലയാളി അല്ലല്ലോ. മാഡത്തിന്റെ അച്ഛന്റെ പേര് നിനക്കറിയോ? നോ. സർ വില്യം ട്രീ ഡോഗ്. ട്രീ ഡോഗോ? മലയാളത്തിൽ ട്രീ എന്ന് വെച്ചാ മരം, ഡോഗ് എന്ന് വെച്ചാ പട്ടി. അപ്പൊ മരപ്പെട്ടി എന്നല്ലേ? അതാണല്ലേ മാഡത്തിനെ എല്ലാരും മരപ്പെട്ടി മരപ്പെട്ടി എന്ന് വിളിക്കുന്നത്. ആരാടി എന്നെ മരപ്പെട്ടി എന്ന് വിളിച്ചത്? ഞങ്ങളല്ല, ആ ഗീതയാ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്ന് കൂത്താടിയപ്പോ മര്യാദയ്ക്ക് റൂമിൽ കിടന്നുറങ്ങിയത് അവളും അവളുടെ കൂട്ടുകാരികളുമാ. അവളാ 64 പേരുടെ ഒപ്പിട്ട് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് എനിക്ക് എഴുതി തന്നത്. ഒരു കോപ്പി പ്രിൻസിപ്പലിനും പോയിട്ടുണ്ട്. 1ാം പ്രതി നീയാ. ഓഹോ, അവിടെ അത്രയ്ക്കായോ? ആയി. ഇന്നലെ കാണിച്ച ബേളത്തിന് മാത്രമല്ല ഞാൻ കംപ്ലൈന്റ് എഴുതിയിരിക്കുന്നത്. എന്റെ മുറിയിൽ കയറി ബിസ്ക്കറ്റ് മോഷ്ടിച്ചതിനും, എന്റെ പെർഫ്യൂം മുഴുവനും എടുത്ത് ഹോസ്റ്റൽ ബെഡ്ഷീറ്റിൽ അടിച്ചതിനും, എന്റെ ഷാംപൂ എടുത്ത് ടോയ്ലറ്റിൽ ഒഴിച്ചതിനും. ഷാംപൂ ടോയ്ലറ്റിൽ ഒഴിച്ചത് ഞാനല്ല. നീയല്ല, നിന്റെ ഫ്രണ്ടില്ലേ ആ ഈനാം പേച്ചി, രാധിക മോറോൺ. അവളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പറയോടി, അവക്ക് അസൂയ എന്നോട്. ഹെയർ കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടിയപ്പോ തൊട്ട്. നീ അത് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അതെ, എന്റെ അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് അയച്ചു തരുന്നുണ്ട്. അവളെയും അവളുടെ കുടുംബത്തെയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് എന്റെ അച്ഛന്റെ അടുത്തുണ്ട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് നമ്മൾ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? മാഡം, വി ഹാവ് ഗിവൻ അവർ കംപ്ലൈന്റ്. വി വാണ്ട് ജോസഫിൻ ആൻഡ് രാധിക ടു അപ്പോളജൈസ് ടു അസ്. ഓയ്, ഞാനും രാധിക നിന്റെ അടുത്ത് മാപ്പ് പറയുന്നു. നീ സ്വപ്നത്തിൽ പോലും കാണണ്ടടി നീർക്കോലി. എന്താണ് നിങ്ങൾ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ പെരുമാറണം. ആരോട് മാപ്പ് പറയണേ? കോളേജിൽ ചെല്ലുമ്പോ പ്രിൻസിപ്പൽ തീരുമാനിക്കും. പോകാനാ പറഞ്ഞത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കേസിന്റെ പേപ്പേഴ്സ് ഞാൻ ഓഫീസിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഓക്കെ, ഇങ്ങോട്ട് വാ. നിന്നെ ഇന്ന് വിടുന്ന പ്രശ്നമില്ല. നോക്ക്, ഇതെല്ലാം ഏത് രാജ്യത്തെ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നാ ഒപ്പിച്ചത്? തമാശ വേണ്ട, തമാശ വേണ്ട. ഇന്നൊരു നല്ല ദിവസാ. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട ദിവസം. നോക്ക്, 11 പേരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആളെ തിരഞ്ഞെടുക്കേണ്ട ജോലി മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. ഓക്കെ? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കളപ്പുരയ്ക്കൽ ഗോവിന്ദമേനോന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ റിട്ടയർ ആയോ? ഇത് അദ്ദേഹത്തിന്റെ മോൻ രാജമേനോൻ IPS. അമ്മായിയോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പോലീസിന്ന് കേട്ടാലേ എനിക്ക് പേടിയാന്ന്. എന്നാ വേണ്ട. മിസ്റ്റർ കരുണാകരൻ. മുടിയൊക്കെ നരച്ച് ജുബയും കണ്ണടയൊക്കെ ഇട്ട് വേറൊരു ഷേപ്പിലായിരുന്നല്ലോ. ഡോക്ടർ കരുണാകരൻ കർത്ത. എന്റെ അമ്മായി,
ഈ കർത്താവും സ്വാമി അയ്യപ്പനും യേശുക്രിസ്തു ഒന്നും അല്ലാതെ വല്ല സച്ചിനെന്നോ ജഡേജാന്നോ കപിൽ ദേവെന്നൊക്കെയുള്ള ആളുകളൊന്നും അമ്മായിക്ക് കിട്ടൂലേ? പേരാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ദാ രാഹുൽ എഞ്ചിനീയർ. അമ്മായിക്ക് ഷുവർ ആണോ? അതെ. ഫോട്ടോ മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ലെന്ന് കണ്ണ, നമ്മുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസർ രാഘവൻ പിള്ള കൊണ്ടുവന്ന ആലോചനയാ. ജാതവും ചേരും. പേരെനിക്കിഷ്ടായി, ഈശ്വരാ. പക്ഷേ ആളൊരു തരം ഇരുത്തിക്കെട്ടിയ ബൊമ്മ മാതിരി. നമുക്കൊരു കാര്യം ചെയ്യാം, രാഹുലിന്റെ പേര് നമുക്ക് കരുണാകരന് കൊടുക്കാം. എന്നിട്ട് കരുണാകരനെ നമുക്ക് ജഡ്ജിയാക്കാം. എന്നിട്ട് ആ ഗോവിന്ദ മേനോനെ പിടിച്ച് എഞ്ചിനീയർ ആക്കാം. എഞ്ചിനീയർ വേണമെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ. എന്നിട്ട് ആ പോലീസുകാരന്റെ ജാതകം ഡോക്ടറുമായിട്ട് ചേരുമെന്ന് നോക്കാം. അമ്മായി എന്തു പറയുന്നു?